തന്നിൽ നിന്നും ജാൻവി വിട്ടുപോയതും താൻ കണ്ടുകൊണ്ടിരുന്ന ഗാന്ധിജിയുടെ ആത്മാവ് തൻ്റെ വെറും തോന്നലായിരുന്നു എന്നുള്ളതും മുന്നാബായിയിൽ വളരെ വിഷമം ഉണ്ടാക്കുന്നു. മുന്നാബായിയും സർക്കിട്ടും മുന്നാബായിയുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ജാൻവിയുടെ അടുത്ത് ഒരു പ്രാവശ്യവും കൂടി സോറി പറയണം എന്ന് മുന്നാബായിക്ക് ഉണ്ടായിരുന്നു. അതിനായി റേഡിയോ സ്റ്റേഷനിലേക്ക് സർക്കിട്ടും മുന്നാബായിയും എത്തുന്നു. അവസാനമായി ഒരു ഷോ കൂടി ചെയ്യാൻ മുന്നാബായി തീരുമാനിക്കുന്നു. അങ്ങനെ മുന്നാബായിയുടെ അവസാനത്തെ റേഡിയോ ഷോ ആരംഭിക്കുകയാണ്. എന്നാൽ മറ്റൊരിടത്ത് ലക്കി സിംഗിൻ്റെ മകളുടെ കല്യാണവുമായിരുന്നു. ലക്കി സിംഗിൻ്റെ മകളുടെ പേരാണ് സിമ്രാൻ. സിമ്രാൻ ആ കല്യാണത്തിൽ കൂടാതെ തനിച്ച് ആ വീട് വിട്ട് ഇറങ്ങുന്നു. കല്യാണ ഡ്രസ്സിൽ തന്നെ നേരെ ചെന്ന് കയറുന്നതോ വിക്ടർ ടാക്സി ഓടിക്കുന്ന ടാക്സിയിലേക്ക്. കല്യാണ വേഷത്തിൽ തൻ്റെ ടാക്സി പിടിച്ച ആ കല്യാണ പെണ്ണിനെ കാണുന്ന വിക്ടറിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. അവളുടെ മുഖത്ത് ആകെ മൊത്തം ഒരു വിഷമവും അവൾ കരയുന്നുമുണ്ട്. എന്താണ് കാര്യമെന്ന് വിക്ടർ സിമ്രാൻ്റെ അടുത്ത് ചോദിക്കുന്നു. എന്നാൽ സിമ്രാൻ ഒന്നും തുറന്നു പറയുന്നില്ല. അപ്പോൾ വിക്ടർ പറയുന്നു, എനിക്കൊരു ഫ്രണ്ടുണ്ട്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചാൽ അയാൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തി തരും. വിക്ടർ ഉടനെ തന്നെ മുന്നാബായിയെ കോൾ ചെയ്യുന്നു. അതിനുശേഷം ആ ഫോൺ വിക്ടർ സിമ്രാന് കൈമാറുന്നു. സിമ്രാൻ സംസാരിക്കുന്നത് മുന്നാബായിയോടാണെന്ന് അറിയാതെ തൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങുന്നു.